അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചുവിൻ്റെ ഫോണ് രുക്കു ഒളിപ്പിച്ച കാര്യം അച്ചു അറിയുകയും അതിന് അച്ചു രുക്കുവിനെ അടിക്കുകയാണ് കേട്ടോ. അടി കൊണ്ടതും തന്നെ രുക്കു കരഞ്ഞുകൊണ്ട് ചന്ദ്രയോടും സത്യനോടും പോയി പറയുകയാണ്, കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അത് കാണുമ്പോൾ ആ ചന്ദ്രയ്ക്കാകെ കലി കയറുകയാണ് കേട്ടോ. നീ എന്തിനാണ് അവളെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അവളെ എനിക്കൊന്ന് നേരാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, അതാണ് അവൾക്ക് കൊടുത്തത് എന്ന് അച്ചു ഇങ്ങനെ പറയണം കേട്ടോ. നീ അവളെയല്ല നേരാക്കേണ്ടത്, ആദ്യം നിൻ്റെ ചേച്ചിയെ പോയി നേരാക്ക്, നിൻ്റെ ചേച്ചിയുടെ സ്വഭാവമാണ് മോശം എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര എങ്ങനെ പറയണം കേട്ടോ. ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്ര എങ്ങനെ വാദോരാതെ അർച്ചനയെ കുറ്റം പറയുന്നുണ്ട്, അതേ കൂടെ തന്നെ സത്യനും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം എന്തായാലും ശരി ഒന്ന് ആ JKനെ ഒന്ന് കാണണം എന്ന് കരുതിയിട്ട് അച്ചു പോലീസ് വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് അച്ചു പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വെച്ച് സംസാരിച്ചതും അങ്ങനെ ചേച്ചിയായിട്ട് പെരുമാറിയതും എല്ലാ പഴയ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് തെറ്റ് പറ്റിയത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം രുക്കുവിനെ കല്യാണം കഴിച്ചതും അവർ തമ്മിൽ സഹോദരങ്ങൾ കളിച്ചതും എല്ലാം ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോലീസുകാരനോട് പറയും പെട്ടെന്ന്, ശരി എനിക്കിത് അവിടം വരെ പോകണം, ജേക്കയുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. ജേക്കയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കയറി ചെന്നതും തന്നെ പാപ്പച്ചൻ വരും. പാപ്പച്ചന് എന്തായാലും അച്ചുവിനെ കണ്ട പരിചയമുണ്ട് കേട്ടോ. ആ അച്ചുവോ, ഇങ്ങോട്ടേക്ക് എന്താണ് പോലീസുകാർ വരുന്നത്, സാറ് മദ്യപിക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. തൻ്റെ സാറ് ഇവിടെ ഇല്ലേ ചോദിക്കണം. ഉണ്ട്, ഞാൻ സാറേ വിളിക്കാം എന്ന് പറയണം. അതിനുശേഷം പാപ്പച്ചൻ അച്ചുവിനെ കയറിയിരിക്കാൻ പറയണം കേട്ടോ. പിന്നീട് JK വരികയാണ്. JK അച്ചുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാകണം കേട്ടോ. ഞാൻ നിന്നെ ഇങ്ങനെ ഈ വേഷത്തിൽ കാണാൻ പറ്റും വിചാരിച്ചില്ല, അന്നത്തെ അടിപിടി കേസിൽ ഏതായാലും ഇങ്ങനെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഇങ്ങനെ നിന്നെ ആക്കിയതിൽ ഏറിയ പങ്കും നിൻ്റെ ചേച്ചിക്കാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം JK അച്ചുവിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ് കേട്ടോ. ഒരുപാട് നന്നായി എന്നെല്ലാം പറയണം. അത് കേട്ടതിന് ശേഷം അച്ചുവിനെ പറയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയണം. എന്താണ് ചോദിക്കുമ്പോൾ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ഒഴിവാകണം, അത് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയണം കേട്ടോ. ഇല്ല, ഞാൻ ഒരിക്കലും ഒഴിവാകില്ല. ഒഴിവാകേണ്ട കാര്യം എന്താണ്, എനിക്ക് 11 മാസത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, ആ എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ഒഴിവാകുള്ളൂ, അതിനു മുമ്പ് ഒരു തരത്തിലും ഒഴിവാകില്ല. എന്താ നിൻ്റെ ചേച്ചിയാണോ പറഞ്ഞയച്ചത്, എന്തായാലും ശരി ഞാൻ ഒഴിവാകില്ല എന്ന് തന്നെ JK അച്ചുവിനോട് പറയണം കേട്ടോ. അച്ചുവിന് ആകെ കലി കയറുന്നുണ്ട്. അച്ചു പറയുന്നുണ്ട്, ഏതായാലും ശരി ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട്, എന്നെ നിങ്ങൾ കേസിൽ ഉൾപ്പെടുത്താൻ നിർത്തരുത്, അതുകൊണ്ട് ഞാൻ കേസ് ഉണ്ടാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. നീ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് JK സംസാരിക്കുകയാണ്. അതിനുശേഷം അച്ചു അവിടെ നിന്ന് വരികയാണ്. അച്ചു നേരെ അമ്പാട്ടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അച്ചുവിനെ കണ്ടതും തന്നെ മഞ്ജുവാണ് കാണുക കേട്ടോ. മഞ്ജു ആകെ ഞെട്ടിപ്പോകും. മഞ്ജു വിചാരിക്കും മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്, എന്തായാലും ശരി മുകുന്ദനെ രക്ഷിച്ച പോലെ കണക്കാക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അച്ചു ചോദിക്കുകയാണ്, ചേച്ചി എവിടെ ചോദിക്കും. ഇല്ല, ചേച്ചി എങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം നീ ഇവിടെ ഇരിക്കും, ഞാൻ ചായ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. വേണ്ട, ചായയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അച്ചുവിന് ഒരു ഫോണ് വരികയാണ് കേട്ടോ. ഫോണ് വരുന്ന സമയത്ത് തന്നെ മഞ്ജു വേഗം പോയിട്ട് മുകുന്ദൻ്റെ റൂമിൽ മുകുന്ദനും രമ്യയും കൂടി നിൽക്കുകയാണ്. മുകുന്ദൻ ഓഫീസിലേക്ക് പോകാൻ നേരത്ത് വരരുത്, അച്ചു വന്നിട്ടുണ്ട്, എന്തായാലും മുകുന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുകുന്ദൻ പറയേണ്ട, അച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാനെന്തിനാ വിളിക്കേണ്ട ആവശ്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയേണ്ട, അവൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ ശരിയില്ല, അതുകൊണ്ട് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനാണ് എന്ന് പറയും മഞ്ജു. മഞ്ജുവിൻ്റെ ഈ സംസാരം കേട്ടപ്പോഴേക്ക് രമ്യയ്ക്ക് ആകെ സങ്കടം വീണ് കേട്ടോ. അതിനുശേഷം മഞ്ജു പറയാണ്, ആ ഡൈനിങ് ടേബിളിൻ്റെ അരികെ കൊണ്ടുപോയിട്ട് മുകുന്ദനെ നിൽക്കാൻ പറയും, അവിടെ നിന്നോട്ടെ, അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടതിന് ശേഷം മുകുന്ദൻ പുറത്ത് വന്നാൽ മതി എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് രമ്യയോട് പറയും, നീയും വായോ എന്ന് പറഞ്ഞിട്ട് രമ്യയും മഞ്ജുവും കൂടി പോവുകയാണ്. അതിനുശേഷം അച്ചു ഫോൺ ചെയ്തിട്ട് പറയും, ഏടത്തെ എവിടേക്ക് എത്ര പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ രമ്യയെ വിളിക്കാൻ വേണ്ടി പോയതാണ് എന്നിങ്ങനെ പറയാണ്. രമ്യയുടെ മുഖത്ത് ആകെ മൊത്തം ഒരു തരം വിഷമം ഉണ്ടാകും കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ ഫോൺ റിങ് അടിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പറയും, അത് ആരെയും ഫോൺ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് രമ്യയുടെയാണ് എന്ന് പറയും കേട്ടോ. എന്താ ഫോൺ, എന്താ കർട്ടൻ്റെ സൈഡിലാണോ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എവിടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മുകുന്ദനായിരിക്കും കേട്ടോ. മുകുന്ദനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം മുകുന്ദനാകെ ഒരു വഷളാകുകയാണ് കേട്ടോ. എന്താ, ഞാൻ ഓഫീസിൽ പോകാൻ നിൽക്കുകയായിരുന്നു പറയും. ഓഫീസിൽ പോകാൻ നിൽക്കുന്ന ആൾ കർട്ടൻ്റെ അടിയിലാണോ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, ആ മുക്കുവണ്ട കേസ് നിർത്തിയെടുത്തെന്ന് തന്നെ ഞാൻ പൊക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ രമ്യ മഞ്ജുവും പറയുന്നുണ്ട്, ആ കേസ് കഴിഞ്ഞതല്ലേ, ഇനി നീ വീണ്ടും എന്തിനാ അത് എടുക്കണത് എന്ന് ചോദിക്കില്ല. ആ കേസിൽ ആരാണ് എന്താണ് തെറ്റുകാർ എന്നുള്ളത് തെളിയിക്കണം,
അത് ഞാൻ എന്തായാലും എടുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജോലിക്ക് പോണ ആൾ കർട്ടൻ്റെ അവിടെയാണോ നിൽക്കുക എന്നിങ്ങനെ അച്ചു ചോദിക്കുമ്പോൾ മൂന്തം പറയുന്നുണ്ട്, ഇതേ മഞ്ജു വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത് എന്ന് പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അർച്ചന എങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അർച്ചനനെ കണ്ടതും അച്ചുവിന് ആകെ മൊത്തം ജെക്കെക്കുറിച്ചും ചന്ദ്രകാന്തത്തിലെ ചന്ദ്രയും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ അർച്ചനയോട് ഒരു ചെറിയ നീരസത്തോട് കൂടിയിട്ട് അർച്ചനയെ നോക്കി നിൽക്കുകയാണ് അച്ചു. അതേസമയം അർച്ചന അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്.